അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായ വചനങ്ങൾ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം വായിക്കാനും ഇത് ഗ്രഹിക്കാനും നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ നിരാശയും കടവും ദുഃഖവും ദുരിതവും എല്ലാം പേറി ഏറെ അസ്വസ്ഥരായി ജീവിക്കുന്നവരായിരിക്കാം നമ്മളിൽ പലരും. ദൈവത്തിന് ഒന്ന് നമ്മോട് സംസാരിക്കാനുണ്ട്. കർത്താവ് പറഞ്ഞു വെക്കുകയാണ്, നിന്റെ ഏത് അവസ്ഥയിലും ഞാൻ നിന്നെ സഹായിക്കാം, ശക്തിപ്പെടുത്താമെന്ന്. നമ്മുടെ പാവത്തിന്റെ അവസ്ഥയായിക്കോട്ടെ, രോഗത്തിന്റെ അവസ്ഥയായിക്കോട്ടെ, അല്ലെ കടബാധ്യതകളായിക്കോട്ടെ, ഞാൻ വെറും ഭൗതികമായ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഭൗതികമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതികമായ ഞെരുക്കങ്ങൾ ഏറെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ആ കർത്താവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, പാപത്തിലോ മദ്യത്തിലോ മയക്കുമരുന്നിലോ ദുശീലങ്ങളോ വ്യഭിചാരത്തിലോ നമ്മൾ ഈ ലോകത്തിൽ ഏത് ചെളിക്കുണ്ടി കിടന്നാലും ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്നെ സഹായിക്കും, ശക്തിപ്പെടുത്തും. നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഹൃദയപരമാർത്ഥമായി നാം ദൈവത്തെ ഒന്ന് വിളിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വിളിക്കണം. സ്നേഹത്തോടെ ക്ഷണിച്ചാൽ കർത്താവ് കടന്നു വരും. കർത്താവിന്റെ വചനം പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ട് നഗ്നാശരായി നിരാശപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കണ്ടെത്താനായി നാം സ്നേഹസമ്പന്നനായ സ്നേഹത്തിന്റെ രാജാവായ യേശു ക്രിസ്തുവിനെ ക്ഷണിക്കണം. ഹെബ്രായ പുസ്തകത്തില് 13-ാം അധ്യായത്തില് 8-ാമത്തെ വചനം പറഞ്ഞു വെക്കുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരുവൻ തന്നെയായ ദൈവം, ഇന്നലെ ജീവിച്ച ദൈവം, കുരിശിൽ മരിച്ച് ഉദ്ധിതനായി ഇന്നും നമ്മളോടൊപ്പമുള്ള ദൈവം നമ്മുടെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. അത് പറയാനും കൂടിയാണ് ഞങ്ങൾ ഈ തെരുവോരത്ത് നിൽക്കുന്നത്. വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം നമ്മളെ ഒരു നാളും കൈവിട്ട് കളയില്ല. നമ്മുടെ അവസ്ഥ എന്തു തന്നെയായാലും, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലങ്ങള്, നാട്ടിൽ ഒറ്റപ്പെട്ടോ വീട്ടിൽ ഒറ്റപ്പെട്ടോ നിരാശ കൊണ്ട് ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ, അല്ല അങ്ങനത്തെ ഏത് പശ്ചാത്തലത്തിലായാലും ദൈവം നമ്മെ കൈവിടുകയില്ല. നാം ദൈവത്തെങ്കിലേക്കൊന്ന് തിരികെ മാത്രം ചെയ്താൽ മതി. കർത്താവിന്റെ വചനം പറഞ്ഞു വെക്കുകയാണ്, 50-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അനർത്ഥകാലത്ത് നീ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാം, ശക്തിപ്പെടുത്തും, അതുമൂലം നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, അനർത്ഥകാലം എന്ന് വെച്ചാൽ നമ്മുടെ